ഗസയിൽ സൈനിക പിന്മാറ്റം ആരംഭിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. റഫ അതിർത്തിയിലൂടെ എല്ലാ ദിവസവും മനുഷ്യാവകാശ സഹായങ്ങളുമായി 600 ട്രക്കുകൾ കടന്നുപോകാൻ ഇസ്രായേൽ അനുമതി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇന്നു മാത്രം 7 മൃതദേഹങ്ങളാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയത്. ജിഷ്ണു രവീന്ദ്രൻ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് എന്ന നിലയിൽ എല്ലാവരും ലോകമൊന്നാകെ നോക്കിക്കണ്ടത് ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് തുടക്കമാകുന്നു എന്നുള്ളത് ഏറ്റവും പോസിറ്റീവായി നമുക്ക് കാണാവുന്ന കാര്യമാണ്. എന്താണ് ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ, ജിഷ്ണു? നോക്കൂ റിജിത്ത്, വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് ഇസ്രായേലി സൈന്യം കടന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്നും പിന്നോട്ട് പോകാൻ, അവർ നേരത്തെ നിശ്ചയിച്ചിരുന്ന രേഖയിലേക്ക് പിന്നോട്ട് പോകാൻ വേണ്ടി, പിന്മാറാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗസയിൽ നിന്നും ഈ സൈന്യം പിന്മാറുന്നുണ്ടെങ്കിൽ കൂടി ഗസയുടെ പകുതിയിലധികം പ്രദേശത്തും സൈന്യത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്ന് വെച്ചാൽ ആശങ്ക ഇപ്പോഴും പൂർണ്ണമായി ഒഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ സാധ്യതകൾ, സാവകാശം ജനങ്ങൾക്ക് ലഭിക്കുന്നു, സമാധാനം ജനങ്ങൾക്ക് ലഭിക്കുന്നു എന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് ഗസയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 24 മണിക്കൂർ ഇസ്രായേൽ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുന്നതോടുകൂടി സൈന്യം പിന്മാറുമെന്ന് ഇന്നലെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. സൈന്യം പിന്മാറി തുടങ്ങിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇസ്രായേലി സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഇസ്രായേൽ ഈ പറയുന്ന അധികൃതരിൽ നിന്ന് വരുന്നത് 600ഓളം ട്രക്കുകൾ മനുഷ്യാവകാശ സഹായങ്ങളുമായി റഫ അതിർത്തിയിലൂടെ 600ഓളം ട്രക്കുകൾ കടത്തിവിടാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു, അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യാവകാശ സഹായങ്ങൾ ഗസയിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തെ ഈ സീസ് ഫയറിൻ്റെ, ഈ വെടിനിർത്തലിൻ്റെ ആദ്യത്തെ പടി എന്ന രീതിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കുക, മനുഷ്യാവകാശ സഹായങ്ങൾ ഗസയിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ സൈനിക പിന്മാറ്റം, വെടിനിർത്തൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും നിർണായകമായ കാര്യം ഗസയിലേക്ക് മനുഷ്യാവകാശ സഹായങ്ങൾ എത്തുക എന്നുള്ളതാണ്. അത് 600 ട്രക്കുകൾ വെച്ച് എല്ലാ ദിവസവും ഗസയിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആളുകൾ തിരിച്ച് ഈ വടക്കൻ ഗസയിലേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അൽമവാസിയിലേക്കും റഫയിലേക്കും ഒക്കെ ആളുകൾ പലായനം ചെയ്ത് മാറിയിരുന്നെങ്കിലും, കൂടാരങ്ങളിലേക്ക് മാറിയിരുന്നെങ്കിലും അവരെല്ലാം തങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്ത് വീണ്ടും വടക്കൻ ഗസയിലേക്ക് തിരിച്ചു പോകുന്ന ദൃശ്യങ്ങൾ പോലും നമുക്കിപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ ഒരു സാഹചര്യം അവിടെ വന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ 2025 ജനുവരി മാസം ഇതുപോലൊരു സീസ് ഫയർ ഉണ്ടായതാണ്. 3 ആഴ്ചയോളം നീണ്ടു നിന്ന ഒരു സീസ് ഫയർ ഉണ്ടായിരുന്നതാണ്. അന്ന് സൈനിക പിന്മാറ്റത്തിന് തുടക്കമാകുന്നു. ഒപ്പം തന്നെ ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തുന്നു. ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.